നമ്മുടെ സത്യഭാമ ചേച്ചിയെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. സത്യഭാമ ചേച്ചി നമ്മുടെ കലാഭവൻ മണിയുടെ അനുജനെ ജാതിയാധിക്ഷേപം നടത്തി എന്ന പേരിൽ ഒരു കാലത്ത് നമ്മളെല്ലാവരും വിമർശിച്ചിരുന്ന ആളാണ് സത്യഭാമ ചേച്ചി. അന്ന് സത്യഭാമ ചേച്ചിയെ മൗനം കൊണ്ടും സമ്മതം കൊണ്ടും സ്നേഹം കൊണ്ടും തലോടൽ കൊണ്ടും ഇതിനെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചേർത്ത് പിടിക്കുന്ന ചിലരൊക്കെ മൗനപൂർവ്വം പിന്തുണ നൽകിയിരുന്നു. ആ പിന്തുണ നൽകിയവരൊക്കെ ഇപ്പോൾ സത്യഭാമ ചേച്ചിയെ തിരിച്ചടിക്കാൻ തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ സത്യഭാമ ചേച്ചി വേറെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി, സാമൂഹ്യ മാധ്യമത്തിൽ എഴുതാൻ തുടങ്ങി. അതിനിപ്പോൾ പച്ചത്തെറി കൊണ്ടാണ് സത്യഭാമ ചേച്ചിയെ പലരും അന്ന് പിന്തുണച്ചവർ ഇപ്പോൾ വിമർശിക്കുന്നത്. വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ സത്യഭാമ ചേച്ചിയും ഈ മത്സരത്തിലുണ്ട്. അത് വളരെ രസകരമാണ്. അത് തുടങ്ങിയത് ഈ സത്യഭാമ ചേച്ചി മാസപ്പിറവി ദൃശ്യമായ റമളാനിനെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ്. മാസപ്പിറവി ദൃശ്യമായതോടെ ആദ്യ റമളാൻ രാവിൽ നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിം സഹോദരങ്ങളും വലിയ സന്തോഷത്തിലാണ്. എൻ്റെ FBയിൽ എനിക്ക് സ്നേഹം മാത്രം വിളമ്പുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള മുസ്ലിം ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ് റമദാൻ എന്ന് തുടങ്ങിയ ഒരു കുറിപ്പ് എഴുതിയിട്ടിരുന്നു. അതൊന്നും ഇഷ്ടപ്പെടാത്തവർ ധാരാളമായി ഇന്ന് കേരളത്തിലുണ്ട്. കുറച്ചുപേർ മൗനമായി ഇരിക്കുന്നതേ ഉള്ളൂ. ഉടൻ തന്നെ ആ പേജിൽ ഒരു കമൻറ്റ്, നിന്നെ ഉണ്ടാക്കിയത് മുറിയൻ തന്നെയാണ്. ഇതാണ് കമൻറ്റ്. ഇതിന് സത്യഭാമ ചേച്ചി പോസ്റ്റിലൂടെ മറുപടി കൊടുത്തു. ഇന്നലെ എൻ്റെ FBയിൽ റംളാൻ ആശംസകൾ അർപ്പിച്ചുള്ള ഒരു പോസ്റ്റിൽ പ്രസന്ന രാജൻ എന്നു പേരുള്ള ഒരു കൃസംഗി മോൾ ഇട്ട കമൻ്റാണ് ഫോട്ടോയിൽ. എന്നെ ഉണ്ടാക്കിയത് ചുള്ളിപ്പറമ്പിൽ നാരായണൻ എന്നു പേരുള്ള കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ SI ആയിട്ടുള്ള റിട്ടയർഡായ ഒരു വലിയ മനുഷ്യനാണ്. ചാണകവും ഗോമൂത്രവും 3 നേരം സേവിക്കുന്ന നിനക്കിത്രയും ബോധമേ കാണൂ. മനുഷ്യരെ സ്നേഹിക്കാനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതിൽ ജാതിയും മതവും ഞാൻ ചികഞ്ഞു നോക്കാറില്ല. കുറച്ച് ചാണകം നല്ല ചൂട് ഗോമൂത്രത്തിൽ കുഴച്ച് നിൻ്റെ അണ്ണാക്കിൽ കുത്തിക്കയറ്റി അത് നോമ്പായിട്ട് ഞാൻ വായിക്കുന്നില്ല, അത് അങ്ങ് തീർക്കുക എന്നാണ് സത്യഭാമ ചേച്ചിയുടെ മറുപടി. കൂടാതെ മോനെ, നീ ഒരിക്കലും ചാണകത്തിൽ വീഴാൻ പാടില്ലായിരുന്നു. നിന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മറ്റു മതസ്ഥരെ നീ ചീറ്റ് ചെയ്യുകയായിരുന്നില്ലേ? നിൻ്റെ എല്ലാ ഉയർച്ചകളിലും ഈ ഒരു തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതോടെ തീരും. ജനങ്ങൾക്ക് നിന്നെ പഴയതുപോലെ ഇനി ഒരിക്കലും നോക്കിക്കാണാൻ കഴിയില്ല. ഇത് നമ്മുടെ പോസ്റ്റ് എവിടെയെങ്കിലും ഒരു ലാവണം തേടി കുഴഞ്ഞു വലഞ്ഞ നമ്മുടെ അഖിൽ മാരാരുടെ പോസ്റ്റിട്ട് ചേച്ചി ചാണകത്തിൽ വീണ അഖിൽ മാരാരെക്കുറിച്ച് എഴുതിയതാണ്. ഇതിനെതിരെ നമ്മുടെ ശശികല ചേച്ചി രംഗത്ത് വന്നു. ശശികല ചേച്ചി വളരെ വികാരപരമായി ഒരു കുറിപ്പിട്ടു. ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത്, ശശികലേ സത്യാമ്മേ, അമ്മയ്ക്ക് ശാപമോചനം കിട്ടാൻ ഈ ഒരൊറ്റ പ്രസ്താവന മതിയാകുമല്ലേ? ഇനി അമ്മ കറുപ്പിനെ പറഞ്ഞാലും ജാതി പറഞ്ഞാലും സത്യാമ്മ ഞങ്ങളുടെ മുത്താണ്, മതേതര മുത്ത് എന്ന് പറഞ്ഞാണ് പരിഹസിക്കാനായി നമ്മുടെ ശശികല ടീച്ചർ എത്തിയത്. കാരണം ടീച്ചർക്കൊന്നും ഇങ്ങനെയൊന്നും പറയുന്നത് ടീച്ചർക്കൊന്നും സഹിക്കാൻ പറ്റില്ല. ഏതായാലും അതിന് 7 മണിക്കൂർ മുമ്പാണ് അതിട്ടതെങ്കിൽ അതിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സത്യഭാമ ചേച്ചി വീണ്ടും പോസ്റ്റ്. ഇതിൽ വിമർശനമുണ്ടോ സുഹൃത്തുക്കളെ? ഒരു കാർഡ് കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു BJPയുടെ ഒരുത്തി എൻ്റെ വീട്ടിൽ വന്ന് കിടന്നത് മാസങ്ങളാണ്. തിരുവനന്തപുരത്ത് സത്യാഗ്രഹം കിടക്കുന്ന സമയം എൻ്റെ വീട്ടിൽ നിന്നും പൊടിയരിക്കഞ്ഞി കുപ്പിയിലാക്കി കൊണ്ട് കൊടുത്തത് 10 ദിവസമാണ്. ഈ പറഞ്ഞവൾ തിരുവനന്തപുരത്ത് വന്നാൽ അന്നത്തെ എൻ്റെ കാർ ഹോണ്ട സിറ്റി ആയിരുന്നു. ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി ഈ പറഞ്ഞവളെ പിക്ക് ചെയ്ത് വരണം എൻ്റെ വീട്ടിലേക്ക്. ഈ മഹതി പല കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും 3,40,000 രൂപ മേടിച്ചു. കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ ഇവളുടെ തനി ഗുണം പുറത്തു വന്നു. അവസാനം പ്രസ് മീറ്റ് വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൈസ തിരികെ തന്നു. ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം. വന്നതും തിന്നതും കിടന്നതുമെല്ലാം 64 GB പെൻഡ്രൈവിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇതടക്കുന്നു. ഇപ്പോൾ സംഗതി ഇങ്ങനെ ആയിരിക്കുകയാണ് കാര്യങ്ങൾ. ഏതായാലും സത്യഭാമ ചേച്ചിയെ ശശികല ടീച്ചർ ഉപദേശിച്ച് ശരിയാക്കാം എന്ന് വിചാരിച്ചപ്പോൾ സത്യഭാമ ചേച്ചിയുടെ മറുപടി ഇങ്ങനെയാണ്. ഇനി ഇതെങ്ങനെയാവുമോ എന്നുള്ളത് കണ്ടറിയാം.